മീറ്റിൽ പറയാന്നുള്ളത്. കാരണം ഒരുപാട് പ്രാവശ്യം ഒന്ന് കയറിയതാണ്. ആദ്യം ഒക്കെ നമ്മൾ കേറുമ്പോ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു സംവിധാനത്തിലായിരുന്നു. ഇപ്പോ റാങ്കിന്റെ കനം കൂടുതൽ കൊണ്ട് എന്തോ ഒരു ടെൻഷൻ കൂടി. കാരണം കഴിഞ്ഞ ദിവസം ഞാന് വയനാട്ടിൽ GTS പോയി. ഇപ്പം വയനാട്ടിൽ ഒരു ടീം സെറ്റ് ആകുന്നതിനെ കൊണ്ട് എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച കോഴിക്കോട് GTS കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി കയറിയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് ബുധനും വ്യാഴവും വയനാട്ടിൽ വർക്ക് ചെയ്യും. കാരണം അവിടെ വയനാട്ടിൽ ഒരു കൊല്ലത്തേക്ക് ഒരു വീട് എടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അപ്പോ അവിടെ GTS പോയിട്ട് TC റാങ്കിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ വയനാട്ടിൽ GTS പങ്കെടുത്തത്. ഇപ്പൊ RTCയിലാണ് പോയത്. പക്ഷെ ആ TC റാങ്കിൽ കയറിയതിനെക്കാട്ടി കാലിന് വേറെ എനിക്ക് തോന്നിയത് ഈ കഴിഞ്ഞ ആഴ്ച RTCയിൽ എക്സ്പീരിയൻസ് പറയാൻ കയറിയ സമയത്താണ്. എന്ത് പറയും? കാരണം പണ്ട് പുതിയ ആളാണ്, എന്ത് പറഞ്ഞിട്ടാണേലും വലിയ ടെൻഷനൊന്നുമില്ല. കാരണം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ബിസിനസ്സിൽ എങ്ങനെയോ വഴി തെറ്റി വന്നതാണൊക്കെ വേണമെങ്കിൽ വിളിച്ചു പറയാം. ഇന്ന് പാർട്ടീസിൽ അത് പറയാൻ പേടിയാ. അതുകൊണ്ട് എന്താണ് പറയാന്നുള്ളതൊന്നും അറിയില്ല. അപ്പൊ എന്ത് പറഞ്ഞിട്ടാണേലും കേൾക്കുന്ന പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. പഴയ ആളുകൾക്കുള്ള ഒരു സംഗതി ഉണ്ടാവില്ല. കാരണം കേട്ട് 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 തയ്ച്ച ഒരു ഷെഫീഖ് പാലായാണ്. പക്ഷെ അതിന്റെ ശേഷം, കാരണം ഈ 1 മാസമോ 2 മാസത്തിനോ ശേഷമൊക്കെ കയറിയ ആളുകൾക്ക് ചിലപ്പോൾ ഒരു പുതിയ അനുഭവമായിരിക്കും. ഒന്നും പാടെ എന്നെ പരിചയപ്പെടുത്താം. എന്റെ ഷെഫീഖ് എന്നാണ് പേര്. സ്ഥലം ഇവിടെയൊക്കെ തന്നെ കോഴിക്കോട് ജില്ലയിൽ പാലായി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഏകദേശം 5.5 വർഷമായി. 5.5 വർഷത്തിന്റെ അടുത്തായിട്ട് ഏകദേശം ഈ ഒരു ബിസിനസ് ഫുൾ ടൈം ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന കുറച്ച് മാസങ്ങൾ നിങ്ങളെയൊക്കെ പോലെ തന്നെ വിട്ടുന്ന് അങ്ങനെ പോയി. പിന്നെ ഏതോ ഒരു എന്താ പറയാ ക്യൂട്ട് വായിച്ച് ഈ വിട്ടു നിൽക്കുന്ന ആളുകളും ഇടക്കിടക്ക് ചെയ്യുന്ന ആളുകളും ഒന്നും ഈ ബിസിനസ്സിൽ നല്ല ഒന്നിലും ഒന്നും ആകൂല എന്ന് ആ ഒരു സംഗതി വായിച്ച ആ ഒരു സമയത്താണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയത്. അപ്പൊ മനസ്സിലാക്കിയ സമയത്ത് പൂർണ്ണമായിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്ന് പിന്നെ നിങ്ങളുടെ എന്താ പറയാ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പല ആളുകൾക്കും ഉണ്ടാവും. ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചിലപ്പോൾ അതിനെ കവർ ചെയ്യാനുള്ള സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെ കിട്ടും. നമ്മൾ സ്റ്റാറ്റസും വെക്കും. പക്ഷെ എനിക്ക് ഈ സ്റ്റാറ്റസ് വെച്ചിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന പോലത്തെ ഒരു സംഗതിയും പണ്ടേ ഇഷ്ടമല്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ സംഗതി ചെയ്യും. ചില ആളുകളുടെ സ്റ്റാറ്റസ് കാണാൻ ഇറങ്ങുന്നതിന്റെ മുന്നിലാണ് സാധ്യതകൾ തെളിയുന്നത് എന്നുള്ളത്, അത് വെക്കും. പക്ഷെ അവരാരും ഇറങ്ങലില്ല. അറ്റ്ലീസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയാലേ 4 ആളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയൊക്കെ മനസ്സിലാക്കിയപ്പോ ഞാനങ്ങ് ആ സ്റ്റാറ്റസ് മാത്രം വെച്ചില്ല, അങ്ങ് ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങിയ സമയത്താണ് ഒരുപാട് സാധ്യതകൾ ഈ ലോകത്തുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത് വെറുതെ തമാശ കളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിൽ നടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് സാറേ എന്റെ വീട്ടിൽ ഉള്ള കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ് എന്നിങ്ങനെ പറയാ എന്നല്ലാതെ പരിഹാരങ്ങളെ കുറിച്ചിട്ട് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ നോക്കണം. ഇല്ല, ഞാൻ എന്റെ പ്രശ്നങ്ങളിലേക്ക് ഞാൻ നോക്കിയിട്ടേ ഇല്ല. കഴിഞ്ഞ ദിവസം ആയതൊരു ലീഡർ, എനിക്ക് തോന്നുന്നു വലിയ സാറാണെന്ന് തോന്നുന്നു, കൺക്ലൂഡിങ് സെക്ഷനിൽ നമ്മുടെ കോഴിക്കോട് വെച്ചിട്ട് ആ സംഗതി പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അതായത് നമ്മൾ ആരും, ഞാൻ പണ്ടേ പറയുന്ന ഒരു സാധനമാണ്, ഞാൻ എന്റെ പ്രശ്നങ്ങളിലേക്ക് നോക്കിയിട്ടില്ല, പരിഹാരങ്ങളിലേക്കാണ് നോക്കിയിട്ടുള്ളത്. പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇഷ്ടംപോലെ പ്രശ്നങ്ങളാണ്. അവിടെ കടം കൊടുക്കാൻ, ഇവിടെ കടം കൊടുക്കാൻ, അങ്ങനെ സകല സ്ഥലത്തും കൊടുക്കാണ്ട്. പക്ഷെ പരിഹാരങ്ങളിലേക്ക് നോക്കിയിട്ട് പണിയെടുത്താലല്ലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പല ആളുകളെ ഈ ബിസിനസ്സിലേക്ക് വന്ന ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷെ 1-2 ആളുകളെങ്കിലും ഈ കയറിയ മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കാം. നമുക്കുള്ള പ്രശ്നങ്ങളിലേക്ക് നോക്കി സാറേ ഫുള്ള് പ്രശ്നമാണ് സാറേ, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളൊന്ന് തീരട്ടെ, എന്നിട്ട് വേണം മൈ ലൈഫിൽ എനിക്ക് പൊളിക്കാൻ. 2026 ജനുവരി 1 മുതൽ സാറേ ഞാൻ ബിസിനസ്സിൽ ഇറങ്ങി. അങ്ങനെ പറഞ്ഞ 2023 മുതൽ ഐഡിയ അടിച്ച ഇന്നും ബ്രോൺസ് റാങ്കിൽ നിൽക്കുന്ന 100 കണക്കിന് ആൾക്കാർ നമ്മുടെയൊക്കെ ടീമിലുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നമ്മൾ ഇന്ന് ഐഡിയ അടിച്ചിട്ട് ഇന്ന് മുതൽ എന്താണോ പ്രവർത്തിക്കുന്നത് അത് തന്നെ നാളുകളിലേക്ക് ഉണ്ടാവുകയുള്ളത് ആദ്യം ഉറപ്പിക്കുക. കാരണം എന്താ അറിയോ, നിങ്ങളോട് ആരോടും പറയല്ല. കാരണം നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഈ ബിസിനസ്സിൽ. എനിക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ബിസിനസ്സിൽ എത്രയോ തെറ്റായ പാതയിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. തെറ്റായ പാത പറഞ്ഞാൽ സിസ്റ്റത്തിലല്ലാതെ, അപ്ലൈ ലീഡർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെ, അപ്ലൈ ലീഡറോട് മീറ്റിംഗ് ഒന്നും കേൾക്കണ്ട. കഴിഞ്ഞ ദിവസവും എന്റെ ഒരു റൂബി ലീഡറാണ്, റൂബിയോ സിസിയോ എന്തോന്നാണ്, അവരുടെ താഴത്തുള്ള ആളുകളൊക്കെ വലിയ വലിയ റാങ്കിലേക്ക് എത്തി. അപ്പൊ ആളെ ഞാൻ വിളിച്ച സമയത്താണ്, സാറേ മീറ്റിംഗ് ഇപ്പൊ ഞാൻ കേട്ടതല്ലേ, എനിക്ക് മനസ്സിലായതല്ലേ, ഇനിയിപ്പോ മീറ്റിംഗ് ഒന്നും വരേണ്ട ആവശ്യമില്ലല്ലോ, സാറ് പറഞ്ഞാൽ മതി, ഒക്കെ റെഡിയാ. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ആ റെഡി എന്ന് പറഞ്ഞ് നിൽക്കാന്നല്ലാതെ ഒരു കാരണവശാലും അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വളർച്ചയിലേക്ക് വരില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഏത് ഫോണാണെങ്കിലും നമ്മളൊരു ഫോൺ എടുക്കുകയാണെങ്കിൽ അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കുറച്ച് സമയം കഴിഞ്ഞാണെങ്കിൽ.
അപ്ഡേഷൻ വന്നിട്ടും ആ അപ്ഡേറ്റ് ചെയ്യാത്ത ഫോണുകൾ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചില കമ്പനീന്റെ ഫോണ് തീരുമാനമായി കിട്ടും. അതിങ്ങനെ കൺകൂട്ടിയാൽ മതി. മീറ്റിങ്ങിനൊക്കെ വന്നിട്ട് നമ്മൾ നല്ല രീതിക്ക് പറയുമ്പോൾ ചിലപ്പോൾ പ്രഷർ കൂടിയിട്ട് ചിലപ്പോൾ താങ്ങാതെ പോയി പോണ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാത്ത ഫോണുകളും പറ്റ ഡൗൺ ആയി പോയി ചാർജ് തീർന്നുള്ള ഫോണൊക്കെ ഉണ്ട് അല്ലേ? ചില അപ്ഡേറ്റ് ചെയ്യാത്ത ഫോണൊക്കെ ആണെങ്കിൽ ടൈം എടുത്തുകയാണെങ്കിൽ ആ ഫോൺ ഇങ്ങനെ ചൂടാകും. ആ ചൂടായിരിക്കുകയാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ആ കംപ്ലൈന്റ് ആണത്. അതേപോലെ മീറ്റിങ്ങിന് യഥാസമയം പങ്കെടുക്കാത്ത ആളുകൾ അപ്ഡേഷൻ ചെയ്യാത്ത ഫോൺ പോലെ മാറി 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 പോയി പോകും. അതുകൊണ്ട് ഈ ബിസിനസ്സിൽ മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനും നല്ല പ്രാധാന്യമുണ്ട്. ഞാൻ ഈ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിവിടെ കറക്റ്റ് മീറ്റിങ്ങും ട്രെയിനിങ്ങും കറക്റ്റ് സമയത്ത് പങ്കെടുത്തതിനെ കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പറഞ്ഞ മൗലാന സാറ് പറഞ്ഞ പോലെ ഒരു ഐഡി RTCയിലും ഒരു ഐഡി STCയിലും ഒക്കെ എത്തിയിട്ടുള്ളത്. എന്താ പറയാ, നമ്മള് മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനും പോകാതെ ഈ ബിസിനസ്സിൽ ഞാൻ എന്തെങ്കിലും ആയിത്തീരുന്നു വിചാരിച്ചെങ്കിൽ ഇന്നും ഞാൻ ഒന്നും ആയിത്തീരില്ല. കാരണം എന്റെ വിദ്യാഭ്യാസം പോലും മൗലാന സാറ് പറഞ്ഞില്ലേ, വെറും 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഞാൻ ഈ ബിസിനസിന്റെ സിസ്റ്റം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മീറ്റിങ്ങും ട്രെയിനിങ്ങും പങ്കെടുക്കാതെ പഠിക്കൂല. മീറ്റിങ്ങും ട്രെയിനിങ്ങും പങ്കെടുക്കാതെ ഒരിക്കലും എനിക്ക് പഠിക്കാൻ കഴിയൂല. ഞാൻ കണ്ടിന്യൂസ് എല്ലാ GTSലും പങ്കെടുത്ത്, FSSും പങ്കെടുത്ത്, വൺ ഡേ ട്രെയിനിങ്ങും പങ്കെടുത്ത്, RTPയും പങ്കെടുത്ത് ഇതിനെപ്പറ്റി മനസ്സിലാക്കി 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 മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് മരം ഏറ്റവും കൂടുതൽ വേഗത്തിൽ മൂർച്ചയുള്ള വാളോണ്ടിക്ക് മുറിക്കാൻ വേണ്ടി കഴിയണത്. നിങ്ങളൊരു കത്തി വാങ്ങി കൊണ്ടുവച്ചിട്ട് മീൻ ഇന്ന് മുറിക്കാൻ തുടങ്ങിക്കുകയാണെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ട് ആ കത്തി അമ്മിമേലോ ഒരലുമേലോ ഇട്ട് മൂർച്ചയാക്കാതെ നിങ്ങൾ വീണ്ടും വീണ്ടും അതേ കത്തിയോട് മീൻ മുറിക്കാന്ന് പറയുമ്പോൾ മീൻ മുറിക്കാൻ ലേശം ഒന്ന് കഷ്ടപ്പെടും. വാങ്ങിയത് നല്ല മൂർച്ചയുള്ള കത്തി, നല്ലൊരു അടിപൊളിയായിട്ട് മുറിച്ചതാണ്. പക്ഷെ 1 കൊല്ലം കഴിഞ്ഞിട്ട് അതേമാതിരി അതിനോട് മുറിക്കാൻ നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. അതേമാതിരി നിങ്ങൾ വരുമ്പോ അടിപൊളിയായിട്ട് 5ഉം 6ഉം GTS ഒക്കെ പങ്കെടുത്ത് ട്രെയിനിങ് ഒക്കെ പങ്കെടുത്ത് ഇനി അങ്ങോട്ട് ITC അയക്കാളാം എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനും മസ്റ്റായിട്ടും പോകണം. അത് പോവാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോവാൻ കഴിയൂല. 100% ഉറപ്പാണ്. അത് നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്, അനുഭവിച്ചതാണ്. അതുകൊണ്ട് ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനും ഇമ്പോർട്ടന്റ് കൊടുത്തേ പറ്റൂ. നിങ്ങൾ എന്ത് മീറ്റിങ്ങും ട്രെയിനിങ്ങും ഉണ്ടെങ്കിലും പങ്കെടുത്തോളി. എന്തെങ്കിലും ഒന്ന് പുതിയത് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. എന്റെ ജീവിതത്തിലൊക്കെ ഉള്ള അനുഭവം അതാണ്. എന്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഞാൻ എന്റെ എക്സ്പീരിയൻസ് പല സ്ഥലത്തും ഇപ്പൊ ഞാൻ പറയാറില്ല. കാരണം പറയാത്തതിനെ കൊണ്ടല്ല, പറഞ്ഞ് 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 നമ്മള് അത് ബൈഹാർട്ടാ. അപ്പൊ ചില ആളുകൾ വിചാരിക്കുന്നത് പഠിച്ചു പറയണതാണോ. പഠിച്ചു പറയണമെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങളാണ്. കാരണം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇന്ന് ഇതിൽ ഇരിക്കുന്ന പല ലീഡേഴ്സിനും ഇല്ലാത്തതിന്റെ അപ്പുറത്തെ തലത്തിലുള്ള കഷ്ടപ്പാട് എനിക്കുണ്ടെന്ന് എനിക്ക് 312 ആളുകളിൽ എന്താ പറയാ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് എനിക്കാണെന്ന് എനിക്കിപ്പം പറയാൻ പറ്റും. കാരണം 311 ആളോട് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്കും അത് തന്നെയാണ്. അതാണ് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത. ഈ ഫീൽഡിൽ ഒരുപാട് ആളുകളുണ്ട് അല്ലേ? ലത്തീഫ് സാറുണ്ട്, അല്ലെങ്കിൽ സഫിയ മേഡം ഉണ്ട്, ഇങ്ങനെ കുറെ ആളുണ്ട്, നദീറ മേഡം. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 5000 രൂപ കടമുണ്ട്, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കടമുണ്ട്. നിങ്ങൾ 5 ലക്ഷം രൂപ കടന്നുള്ളതിനെ കൊണ്ട് നിങ്ങൾ ഈ 312 ആളുകളിലും എന്ത് പ്രശ്നമില്ല, നിങ്ങൾക്ക് നിങ്ങളെ പ്രശ്നമാകില്ല. എന്തുണ്ടായാലും അതാ പ്രശ്നം. അതിൽ 1 കോടി റുപ്യ കടമുള്ളവരാണെങ്കിലും പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ 5 ലക്ഷത്തിന്റെ കട ഏറ്റവും വലിയ പ്രശ്നമാണ്. അത് തന്നെയാണ് ഓരോരുത്തരും പ്രശ്നം. ഞാൻ പറയുന്നത്, ഞാൻ ഏകദേശം 5 ലക്ഷം എന്നുള്ള 55 ലക്ഷത്തി സംതിങ് റുപ്യ കടബാധ്യതയായിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് ഞാൻ കയറി വരുന്നത്. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകളൊന്നുമല്ല. 10-55 ലക്ഷം കടബാധ്യത. ആ കടബാധ്യത തീർക്കാൻ കഴിയാതെ നട്ടം തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഈ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി കൊണ്ടു തന്നാൽ ആരെങ്കിലും എടുക്കുവോ? ബുദ്ധിയുള്ള ഒരാൾക്ക്, ഞാൻ അങ്ങനെ പറയാം, ലാസ്റ്റിലേക്ക് നമുക്ക് മനസ്സിലാട്ടോ. ബുദ്ധിയുള്ള ഒരുത്തന്റെ അടുത്തേക്ക് ഒരാള് വന്നിട്ട് പറയാണ് 10-50 ലക്ഷം കടബാധ്യത ഉള്ള എല്ലാ ഷെഫീഖാർക്ക് മൈലേജ് ഏറ്റെടുക്കും, ഈ ടീം ഉണ്ടാക്കുക, ആഴ്ചക്ക് വരുമാനം കിട്ടും, എന്നിട്ട് കടം വീട്ടാന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മളെ ബുദ്ധിയുള്ള, അതായത് നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് ചിന്തിച്ചാൽ ഏതെങ്കിലും ഒരു ബിസിനസ് ഏറ്റെടുക്കുമോ? ആരെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ വിശ്വസിക്കില്ല. കാരണം ഞാൻ അത്രയും ബുദ്ധിയുള്ളവനെ ആ സമയത്ത്. ഞാൻ അതിന് ലോകത്തിൽ ഏറ്റവും വലിയ ബുദ്ധിയുള്ള ആളെ ചേർത്ത് പൈസ ഉണ്ടാക്കുന്ന പരിപാടി എന്താവാനാ? മിണ്ടാതെ പോയിക്കോ, ഞാൻ എന്റെ പ്രശ്നങ്ങൾ ആദ്യം തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് ചിന്തിക്കാം മൈ ലൈഫിനെ കുറിച്ചിട്ട് എന്നാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. ഇതിലുള്ള പല ആളുകളും അങ്ങനെ തന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ ഒരു 3-4 മാസം ഓടിയാക്കി. പക്ഷെ എന്റെ ബുദ്ധിക്കുള്ള പണിയെടുത്തിട്ടും ഞാൻ അതിന്റെ മുകളിൽ കര കയറിയില്ല. 55 ലക്ഷം കടബാധ്യതയുടെ മുകളിൽ ഒരു 100 രൂപ 3 മാസം ഓടിയിട്ട് എനിക്ക് കിട്ടാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്റെ നിലവിലുള്ള ജോലിന്റെ മുകളിൽ.
കാരണം നമ്മളും വിചാരിക്കും 50 ലക്ഷം കടത്തിലേക്ക് ഒരുത്തന് 1000 കൊടുത്തിട്ട് എന്താ, 2000 കൊടുത്തിട്ട് എന്താ, അതിന്റെ കൂടുതൽ കൊടുക്കാൻ കഴിയൂല നമുക്ക് മാസത്തിലൊന്നും. കാരണം കിട്ടുന്ന വരുമാനത്തിന്റെ മുകളിൽ വീട്ടിലെ ചെലവ് ചെയ്യണം, പെട്രോളോ ഡീസലോ കാറിലടിക്കണം, വീട്ടിലേക്ക് പല ആവശ്യങ്ങളുണ്ട്. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കൊടുക്കാനുള്ളതും അങ്ങനെ വല്ലാതെ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ. 55 ലക്ഷം കടം വന്നു കഴിഞ്ഞാൽ 56, 57, 58, 59 ആവുക ചെയ്യുക. നിങ്ങൾ കടമുള്ള ഏതെങ്കിലും ഒരാൾ എനിക്ക് പറഞ്ഞു 55 കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അത്രയും സാലറിയോ എന്തെങ്കിലും നടക്കണോ? കടങ്ങനെ കൂടെ കൂടെ കൂടാല്ല. ഞാൻ ഒരു കുഴി കുത്തും, അടുത്ത കുഴി ചാടും, കുഴി ചാടി 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 വലിയ കുഴി കുത്തും ചാടുക. അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഒരു നിലക്കും നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത നാട്ടിൽ മുഴുവൻ കടമാക്കി തന്നെ പറഞ്ഞു. ചില ആൾക്കാർ അങ്ങനെ എന്നോട് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നത്, നാട്ടിൽ മുഴുവൻ കടമായി ഇറക്കുകയാണെന്നുള്ളത്. അതുകൊണ്ടല്ല, പക്ഷെ നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. കാരണം ആരെങ്കിലുമൊക്കെ ക്രഷറിന്നോ കോറിന്നോ ബാങ്കിന്നോ അന്വേഷിച്ച് വരികയാണ്. ഓരോ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും ഇയാളെ അറിയോ, ഇയാളെ വീട് എവിടാണ്, ഈ അഡ്രസ് അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോ എന്താ അല്ല ബാങ്കിൽ കുറച്ച് ഫണ്ട് അടയ്ക്കാണ്ട് ഊബർ വിളിച്ച് ഫോൺ എടുക്കില്ല. അപ്പൊ നാട്ടിൽ ഇറങ്ങാൻ പറ്റുമോ? അങ്ങനെ ഓരോരുത്തർ വിളിച്ചാൽ ആര് വിളിച്ചാലും ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ അങ്ങനെ അതാക്കി 3 മാസം കഴിഞ്ഞപ്പോ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോൾ വീണ്ടും ഞാൻ ഈ ബിസിനസിന്റെ അവസരം ഒന്നും പാടെ പോയി കേൾക്കുകയാണ്. ഒന്നും പാടെ പോയി കേട്ടിട്ട് ഇതിൽ എങ്ങനെയാണ് വരുമാനം വരുന്നത്. അങ്ങനെ 2,10,000 ഒന്നും നോക്കിയില്ല. തൽക്കാലം വീടിന്റെ റെന്റ് 3 മാസമായി കൊടുത്തിട്ട് 3 മാസം 8,000 റുപ്യ എടുത്തിട്ട് 8 15 24 ഏത് സമയത്തും ഇറങ്ങേണ്ടി വരും. കാരണം 50,000 റുപ്യ അഡ്വാൻസ് കൊടുത്തിട്ടാണ് അന്ന് വാടക നിൽക്കുന്നത്. 24,000 റുപ്യ പെൻഡിങ് ആയി. 26,000 പാട് അയാളെ കയ്യിൽ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ അങ്ങനെ നടക്കുന്നത്. എന്ത് വന്നാലും ആ അഡ്വാൻസിന്റെ പൈസ വരെ അവിടെ നിൽക്കാലോ എന്നുള്ളത്. പക്ഷെ അതിനൊരു 3 മാസം പാടെ കാലാവധി, അത് കഴിഞ്ഞാൽ ഇറങ്ങേണ്ടി വരും. 2 മക്കളും ഭാര്യനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നുള്ളൂ. ഉത്തമ ബോധം വന്നപ്പോ ഞാൻ പറഞ്ഞു, എങ്ങനെയായാലും വേണ്ടില്ല, ആഴ്ചക്ക് ഒരു 2,000 കിട്ടിക്കുകയാണെങ്കിൽ മാസത്തിൽ 8,000 കിട്ടും. തൽക്കാലം വീടിന്റെ വാടക കൊടുക്കാൻ ഒരു പണി കിട്ടിയേ പറ്റും. അങ്ങനെയാണ് ഞാൻ 2019 ലാസ്റ്റില് ബിസിനസ്സിലേക്ക് വരുന്നത്. നിങ്ങളൊന്നും വിചാരിക്കുന്നത് ഇന്ന് നിങ്ങളെ കാണുമ്പോ RTC, NTC ആഴ്ചയിൽ വലിയ വരുമാനം ഭയങ്കര സംഭവമാണ്. അത് മൈലേജിലുള്ളവർക്ക് മാത്രം സുഹൃത്തുക്കളെ. നാട്ടുകാർക്ക് സംഭവമാണെങ്കിൽ ഇനി കുറച്ച് നമ്മൾ വളരാണ്ട്. ഞാനും നിങ്ങളൊക്കെ ഒരേ പാതയിൽ തന്നെയാണ്. ഈ വെള്ളിയാഴ്ച തിങ്കന്തലത്തോട് കൂടി കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ചത്തെ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് മുതൽ വീട്ടിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അന്ന് അങ്ങ് ശക്തമായിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ച് അങ്ങ് ഇറങ്ങി അങ്ങനെ ശക്തമായിട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച്, എന്നോട് പ്രജീഷ് കാവിൽ എന്ന് പറഞ്ഞ ആള് കാറൊന്നും പറഞ്ഞ എന്താ വെച്ചാല്, സാറേ പേസ്റ്റിന് ഇത്ര റുപ്യ, ഞാൻ വരുന്ന 150 രൂപ വേസ്റ്റ് 130 രൂപ കിട്ടും, 130 കിട്ടും, 150 കൊടുത്താൽ 50 രൂപ കിട്ടും. അങ്ങനെ ഓരോന്ന് പറഞ്ഞ അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. കാരണം ലോഡിന് 36,000 40,000 ഉള്ള സാധനം വിൽക്കുന്ന ആളാ ഷെഫീഖ്. ഒരു പ്രശ്നമില്ല. ഒരുത്തം വിൽക്കണോട് ഏപ്പെട്ട കൊണ്ടിട്ട് സാധനം തട്ടാനും സാധനം ഉണ്ടാക്കാനുള്ള കൈവിക്കുന്നുണ്ട്. ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു രണ്ടാമത് പറഞ്ഞ സമയത്ത്. കാരണം എന്താ, ഞാനും ഒരു വണ്ടീന്റെ മുകളിൽ 8-9 വണ്ടിയും ലോറിയും ക്രഷറും കോറിയും ബിസിനസ്സും ഒക്കെ അത്ര പടർന്ന് നടന്നിട്ട് കണ്ണൂരും എല്ലാ സകല സ്ഥലത്തും സാധനം അടിച്ചാളാ. അപ്പൊ എന്നിട്ടാണ് 130 രൂപ പേസ്റ്റ് കണ്ട കൊണ്ട് പറ്റാത്തത്. ഓൾറെഡി ഞാൻ പിറ്റേന്ന് തന്നെ ഇറങ്ങി. ഒരൊറ്റ പേസ്റ്റ് വരുന്ന വാങ്ങിയില്ല. നിങ്ങളെ മനസ്സിലാക്കണോ? ഒരാളൊരു പേസ്റ്റ് വാങ്ങില്ല, എനിക്ക് പിന്നെയും ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യും. പിന്നെ ഞാൻ താഴ്ത്തു വന്നു. ഇതെങ്ങനെ ഇപ്പൊ ഇത് നിൽക്കാൻ കഴിയണ്ടേ? ആരെങ്കിലും വാങ്ങാതെ എങ്ങനെ കച്ചവടം പിടിക്കൂ? ഞാൻ പറഞ്ഞു സാറത് നടക്കും തോന്നില്ല. അവര് നടക്കൂല. അപ്പൊ മൂപ്പരൊക്കെ തന്നെ നടക്കൂല, നിങ്ങൾക്ക് നടക്കൂല. പക്ഷെ നിങ്ങൾ എന്താ നമ്മൾ പറയണേ കേൾക്കണ്ടേ? നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യ്, നിങ്ങൾ വരി, നിങ്ങൾ ഇരിക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് ഇരുന്ന് അങ്ങനെ വാളുടെ മൂർച്ച മെല്ലെ 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 ഞാൻ പോയി കൂട്ടി 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 മനസ്സിലായപ്പോഴാണ് ഈ പേസ്റ്റ് എങ്ങനെ വെക്കണം, ഈ പേസ്റ്റ് എങ്ങനെ ഉപയോഗിക്കണം, നിലവിലുള്ള പേസ്റ്റുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യണമെന്ന് മനസ്സിലായത്. അപ്പൊ നിലവിലുള്ള പേസ്റ്റിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പഠിച്ചാലേ നമ്മുടെ കയ്യിലുള്ള സാധനം വെക്കാൻ പറ്റൂന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പോയി പറയാൻ തുടങ്ങി ഓരോ ആളുകളോട്. അപ്പൊ ഒരു പേസ്റ്റ് വാങ്ങി, 2 സോപ്പ് വാങ്ങി. അങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ, റീറ്റെയിലിംഗ്. നിങ്ങൾ വിചാരിക്കും നമ്മളൊന്ന് റീറ്റെയിൽ ചെയ്തിരിക്കാന്ന്. പല ആളുകളും എന്റെ ടീമുള്ള ആളുകൾ ചോദിക്കും, സാറേ നിങ്ങളൊക്കെ റീറ്റെയിൽ ചെയ്തില്ലോ? തുടക്കത്തിലൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്, കൂടുതൽ ചെയ്തു നമ്മൾ പറയുന്നില്ല. ഏകദേശം ഒരു സ്റ്റാർ വരെ എനിക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ എന്റെ ഫോക്കസ് വലിയ ഫോക്കസ് ആയതുകൊണ്ടാണ് കൊണ്ടാണ് ചെയ്യാത്തത്. നിങ്ങൾ വിചാരിക്കും അവിടെ നടന്നാ ചെയ്യാത്തത്. ഒരിക്കലും ഇല്ല. ഇപ്പോഴും കൊടുക്കാനുള്ള ആളുകൾ കൊടുക്കുന്നു, പക്ഷെ എനിക്ക് ഫുൾ ടൈം റീറ്റെയിൽ ചെയ്യാൻ പറ്റാറില്ല ടീം ഉണ്ടായതുകൊണ്ട്. അങ്ങനെ എന്ത് ചെയ്ത്, അങ്ങനെ കൊടുത്തിട്ട് കുറച്ച് കുറച്ച് പൈസ കിട്ടി തുടങ്ങി. ചെറിയ 2-3 മാസം പാടെ ഞാൻ ഷെഫീഖ ഇത് നോക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് നടക്കൂല. അത്രയും സഹിച്ചു നിൽക്കുകയാണ് ആള്. ഇത്രയും പ്രശ്നവും. കാരണം മാർക്കറ്റിംഗിൽ എനിക്ക് പണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അനൂപ് സാർ നമ്മുടെ കോഴിക്കോട് ഒരു അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അനൂപ് സാർ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നോടൊന്നല്ല, നമ്മൾ ബ്രാൻഡ് ന്യൂ റൂബി റാങ്ക് അച്ചീവേഴ്സ് ഒക്കെ എണീച്ചു. അപ്പൊ ഒരു റൂബി റാങ്ക് അച്ചീവേഴ്സ് ആണ് എണീച്ചു നിന്ന് സ്റ്റേജിലേക്ക് വിളിച്ച സമയത്ത് എല്ലാവരും നിൽക്കുക. അതിന് 2 ലേഡീസും 5 ആണുങ്ങളാണ്. അപ്പൊ അനൂപ് സാറാണ് അന്നൊന്നും ഒരു സെക്ഷൻ എടുക്കുന്നത്. അനൂപ് സാർ ചോദിച്ചു, ഇതിൽ
മറ്റേ എന്താണ് മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഒരു ആവേശത്തിലങ്ങ് കൈയൊന്നിച്ച നോക്കണമെന്ന് വേറെ ആരും കൈയൊന്നിച്ചില്ല. അപ്പൊ ഞാൻ എല്ലാം താത്തി. അപ്പൊ എന്നോട് വെച്ച് മൈക്ക് തന്നിട്ട് പറഞ്ഞു, സാറിന്റെ എക്സ്പീരിയൻസ് ഒന്ന് മാർക്കറ്റിൽ എന്താണെന്നോ പറഞ്ഞു. എനിക്ക് മാർക്കറ്റിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ മൈക്കിനായിട്ട് പറഞ്ഞു, ഇല്ല അതിന് മാത്രമൊന്നുമില്ല, ഏകദേശം ഒരു 4-4.5 മാസത്തെ എക്സ്പീരിയൻസ് ഉള്ളു സാറേ എന്നാണ്. അപ്പൊ എന്തേലും ചോദിച്ചു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 4.5 മാസം കൊണ്ട് 48 പാവം ഞാൻ വിറ്റ് തീർത്തിട്ടുണ്ട്. ആ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് എനിക്കുള്ളതാണ്. വേറൊന്നും എനിക്ക് പറയാല്ലേ, അതാണ് എന്റെ സത്യം. അതെനിക്ക് ഒരു മാർക്കറ്റിംഗ് ആണ്, അതിനകത്തിരിക്കുന്നത്. കാരണം എന്റെ വൈഫിന്റെ അടുത്ത് നിന്ന് വാങ്ങിയെടുക്കാൻ അടിപൊളിയായിട്ട് സെയിൽസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓരോ സംഗതി പറഞ്ഞ സെയിൽസ് ക്ലോസ് ചെയ്യും, ഒരു വള വാങ്ങും, ഒരു മോതിരം വാങ്ങും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതാണ് വെറുതെ. പക്ഷെ അതായിരിക്കും എനിക്ക് ബാക്കിയുള്ള ആളുകളോട് ഇത് പറയാൻ വേണ്ടി പറ്റുന്നത് മാർക്കറ്റിംഗിൽ. അങ്ങനെ ഞാൻ ഓരോ ആളുകളെ കൺവിൻസ് ചെയ്ത് 450 കിട്ടിക്കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്കാണ്, ഇത് ധാരാളം മതിയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ സംഗതി 450 ഉറുപ്പ്യാണ്, പക്ഷെ ഇതിൽ അക്കൗണ്ടിൽ കിട്ടും എന്ന് എനിക്ക് മനസ്സിലായി വരുമാനം. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് 450, 4500, 47 ഞാൻ ആക്കി കളഞ്ഞ് കുറച്ച് സമയം കൊണ്ടാണ്, ഒരു 3 വർഷം കൊണ്ടാണ്, 3 വർഷം ഫീൽഡിൽ നിന്ന് ഇറങ്ങി എഫേർട്ട് ഇടാനുള്ള ടൈം കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും കാട്ടി ഓടി ഉണ്ടാക്കി തരാന്നാണ്. 450 വന്ന ആ സമയത്ത് ഞാൻ എന്റെ ജോലി ഏകദേശം പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള തീരുമാനം എടുത്തു. അതായത് ലോറിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു, ഡ്രൈവറായിട്ടും പോകാറുണ്ടായിരുന്നു. വണ്ടിയൊക്കെ അങ്ങനെ എന്താ പറയാ വിറ്റിന് 1-2 വണ്ടിക്കാരൊക്കെ മറ്റേ കോടതി എടുത്തുകൊണ്ടുപോയതും ഫിനാൻസ് എടുത്തുകൊണ്ടുപോയതും പോലീസ് പിടിച്ചുകൊണ്ടുപോയതും ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് സംഗതികളുണ്ട്. ഇന്നും ഞാൻ ചില ആൾക്കാർ, ഞാൻ എറണാകുളത്താണ്, വയനാട്, സാറെങ്കിലും ഫുള്ള് വർക്കിലാണുള്ളത്. ചില വർക്കിലാക്കാറി ഞാൻ ചിലപ്പോൾ കോർട്ടിൽ കേസിലൊക്കെ പോണതാ. ഞാൻ 9 കേസ് ഇപ്പോഴും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാം ഒരു വണ്ടി പ്രസ്ഥാനം നടക്കുമ്പോൾ എത്രത്തോളം കേസുകൾ ഉണ്ടാവും, തട്ടും മുട്ടും എത്ര ഉണ്ടാവും, ഓവർലോഡിന്റെ ഫൈൻ അടയ്ക്കാനുണ്ടാവും, വണ്ടിന്റെ ഫിനാൻസ് ചെയ്ത് പിടിച്ചുകൊണ്ടായി സറണ്ടർ ചെയ്തത്, ഇങ്ങനത്തെ 9 കേസുകൾ എന്റെ പേരിൽ ഇപ്പോഴും ഉണ്ട്. ഇതെനിക്ക് നല്ല ആവേശത്തോടു കൂടി വരാൻ പറ്റുന്നത്, കാരണം ആരും കുറ്റോ കൊന്നോ കാച്ചോ കവർന്നൊന്നല്ല, ഒരു ബിസിനസ് നടത്തിയ പവറാണ് ഈ കാണുന്നത്. നിങ്ങൾ ബിസിനസ് ആരും ചെയ്യുന്നുണ്ടെങ്കിൽ നിലവിൽ എല്ലാം നല്ല ശ്രദ്ധിച്ചോളി. വണ്ടി പ്രസ്ഥാനത്തിലൊക്കെ നല്ലോണം നിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ബാക്കപ്പ് ഉള്ളവർക്കൊന്നും പ്രശ്നമില്ല. നമുക്കൊരു ബാക്കപ്പും ഇല്ലായിരുന്നു. നമ്മൾ സീറോന്നും തുടങ്ങിയിട്ട് ലോറി പ്രസ്ഥാനത്ത് നമ്മൾ ഹീറോ ആയ ആളായിരുന്നു. പക്ഷെ പടച്ചോൻ വിചാരിച്ചു അങ്ങനെ ഇപ്പൊ ഹീറോ ആണ്ടാന്ന് വിചാരിച്ചിട്ട്, മോഹൻലാലിന്റെ പരസ്യം ഉണ്ടല്ലോ, ഉയരം കൂടുന്തോറും ചായ ടേസ്റ്റ് കൂടുന്ന പറഞ്ഞാൽ ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടും എന്ന് ഞാനും മനസ്സിലാക്കി. അങ്ങനെയാണ് ആ പ്രസ്ഥാനത്ത് നിന്നൊക്കെ വിട്ടേണ്ടി വന്നത്. അങ്ങനെ ഏതായാലും വേണ്ടിയില്ല, അവിടുന്ന് അന്ന് തുടങ്ങിയതാണ്. ആ 450ന്റെ മുകളിൽ തുടങ്ങിയതാണ്. അങ്ങനെ മെല്ലെ 900-ആയി, 1000-ആയി, 2000-ആയ സമയത്ത് ഞാൻ വിചാരിച്ച 2000-3000 കിട്ടാൻ തുടങ്ങിയ സമയത്താണ് ഫുൾ ടൈം കരിയർ ആയിട്ട് ഇത് ചെയ്യണമെന്ന് വിചാരിച്ചത്. അങ്ങനെ ബിസിനസ് തുടങ്ങി 6 മാസം കഴിഞ്ഞ ശേഷം ഫുൾ ടൈമർ ആയിട്ട് എല്ലാ ലോറിയും മേഖലയും സകല സാധനവും വേരോടെ മുറിച്ചിട്ട് ഞാൻ ഈ കമ്പനിയിൽ ഞാൻ ഫുൾ ടൈം കരിയർ ആയിട്ട് അങ്ങ് ഇറങ്ങി. ഇന്ന് മാഷാ അല്ലാഹ് ഞാൻ വലിയ 2,10,000 ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ മറ്റേ എന്താണ് കണ്ടിന്യൂസ് 210 വാങ്ങുന്ന ആളോ അതൊന്നും അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്ക് മാസത്തിൽ 210 കിട്ടിയാൽ മതി. ഇപ്പത്തെ കണ്ടീഷൻ എനിക്ക് അതാ. കാരണം ഒന്നും ഇല്ലായ്മന്ന് വന്നതാണല്ലോ. അങ്ങനെ ഇപ്പൊ എങ്ങനെ പോയിക്കുകയാണെങ്കിലും ആ ഒരു മാസത്തിൽ നോക്കുകയാണെങ്കിൽ 1,00,000 മുതൽ 1,15 ലക്ഷം ഉറുപ്പ്യ വരെ ഇപ്പൊ 2 ID കൂടി ആയിട്ട് വരുമാനം ഇപ്പത്തെ കണ്ടീഷനിൽ എനിക്കുണ്ട്. അതായത് വെറും 450 ആഴ്ചയിൽ തുടങ്ങിയതാണെങ്കിൽ നിങ്ങൾ മാസത്തിൽ കിട്ടുക എത്രയാന്നുള്ളത് കണക്കൂട്ടിക്കാണ്. 1,800 ഉറുപ്പ്യ, 2,000 ഉറുപ്പ്യ, അല്ലെങ്കിൽ ആഴ്ചക്ക് 2,000 വെച്ച് ബിസിനസ് ഇന്ന് ഐഡിയ അടിച്ചാൽ ഇന്ന് തന്നെ ആയിട്ട് മറയ്ക്കാൻ ആർക്കും കഴിയൂല. അത് നിങ്ങൾക്കും കയ്യിൽ, എനിക്കും കയ്യിൽ. അത് കമ്പനി മോശമായിട്ടോ, അപ്ലൈസ് മോശമായിട്ടോ, പ്രൊഡക്റ്റ് മോശമായിട്ടോ അല്ല, നമ്മൾക്ക് എക്സ്പീരിയൻസ് ഇല്ലായിട്ടാണ്. ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് പറഞ്ഞ് ഒരു നൃത്തമുണ്ട്, ഏതൊരു പടത്തിൽ ഫഹദ് ഫാസിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു മതിലിന്റെ മുകളിൽ, അതിന്റെ നേരത്തായിട്ട് കമലഹാസൻ അതേ മതിലിന്റെ പുറത്ത് നല്ല സിമ്പിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ ആരോ കൊടുത്തതാണ്, അതിനകത്ത് സ്റ്റാറ്റസ് ഇട്ട് 3 മാസം നിൽക്കുന്ന ഡയറക്ട് സെന്റിങ്ങിൽ 3 മാസം നിൽക്കുന്ന നിർത്താണ് മേലെ കാണിച്ചത്. ഒരു 4 വർഷം കഴിഞ്ഞാൽ നിൽക്കുന്ന നിർത്താണ് സിമ്പിൾ ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ അയ്യൂബ് സാർ, ഉമ്മർ സാറൊക്കെ സിമ്പിൾ ആയിട്ട് നിൽക്കണ നിങ്ങൾ വിചാരിക്കേണ്ട ഞമ്മക്കെന്തോ പടച്ചോ പ്രത്യേകിച്ച് ഒരു കൈ വന്നിടുന്നില്ല. എല്ലാ ആയിരക്കണക്കിന് ആളുകളെ മാനേജ് ചെയ്തിട്ടും അവരോട് സംസാരിച്ചിട്ടും മീറ്റിംഗിൽ പങ്കെടുത്തിട്ടും ട്രെയിനിങ്ങിൽ പങ്കെടുത്ത എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ആ നൃത്തം നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതൊന്നും നിങ്ങൾ എത്താതെ 3-4-10-20 ആളെ കാണുമ്പോൾ തന്നെ നെഗറ്റീവ് അറിവിനെ കൊണ്ട് അവരെ മാനേജ് ചെയ്യാനോ സാഹചര്യങ്ങൾ എന്ത് കാട്ടണമെന്ന് അറിയാത്തതിനെ കൊണ്ടോ അതിനെ ഓവർകം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് സ്വന്തം മേലെ പറക്കാൻ പറ്റുന്ന ചങ്കൂറ്റും ആത്മവിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് മൈലേജിലൊക്കെ അങ്ങനെ പുഞ്ചിരിച്ച് അങ്ങനെ പോണത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഞാൻ അറിഞ്ഞിട്ടോ എന്തെങ്കിലും വിഷാദ മനോഭാവത്തോട് കൂടിയിട്ട് കാണും,
ഒരു കാരണവശാലും കാണൂല. നിങ്ങളൊക്കെ മുന്നിൽ ചിരിക്കുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ ആയിരം ആയിരം പ്രശ്നങ്ങള്, ആയിരം ആയിരം കുത്തിങ്ങനെ ബാക്കിൽ കിട്ടിയിട്ടുണ്ടല്ലോ. പോരെ കയറാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെയാണ് ചിലപ്പോ നിങ്ങളുടെയൊക്കെ മുന്നിൽ GTSലൊക്കെ നിൽക്കുന്നുണ്ടാവുക. ചിലപ്പോ സ്റ്റേജിൽ കയറുന്നതിന്റെ തൊട്ട് മുന്നേ ഏതെങ്കിലും ഒരു ബാങ്കാരൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം താത്തിട്ടുണ്ടാകും. ഏകദേശം 55 ലക്ഷം കടബാധ്യത. ഞാനൊരു RTC റാങ്കിലാണ് ഇപ്പൊ ഉള്ളത്. ഏകദേശം 1,80,00,000 മാച്ചായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. 10-20 ലക്ഷം വന്നിട്ടാണെങ്കിൽ NTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തി. 1,80,00,000 മാച്ച് ആയിരിക്കുകയാണെങ്കിൽ അതിന്റെ 12% BVയിൽ മാച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവുന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നെ കാട്ടി അറിയാം അല്ലെ? 12 ലക്ഷം 12% 1,80,00,000 ഒരു ഐഡിയിൽ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ അക്കൗണ്ടിലേക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ വേറൊരു ID കിടക്കുന്നത് ഏകദേശം 68 ലക്ഷം BV മാച്ച് ആയിട്ടാ, 67 ലക്ഷം മാച്ച് ആയിട്ടാ. അതിൽ എത്ര കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാം. ഇടക്കിടക്ക് ഒരു പെർഫോമൻസ് ബോണസുമായിട്ടും ലോയൽറ്റി ആയിട്ടും കിട്ടിയിട്ടുള്ള വരുമാനം ഒക്കെ പാടെ കൂട്ടിക്കുകയാണെങ്കിൽ എങ്ങനെ പോയിക്കുകയാണെങ്കിലും ഏറിക്കുകയാണെങ്കിൽ ഒരു 30 ലക്ഷം റുപ്യ ഏകദേശം വരുമാനം കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ കൂട്ടിക്കോളി. ഈ 30 ലക്ഷം രൂപ വരുമാനം കിട്ടിയ ഒരുത്തൻ ഈ 5.5 കൊല്ലം കൊണ്ട് 55 ലക്ഷം കടബാധ്യത എങ്ങനെ കിട്ടും? അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ 30 ലക്ഷത്തിൽ നിന്ന് ഞാൻ 55 ലക്ഷം കടബാധ്യതയിൽ ഏകദേശം ഒരു 30 ലക്ഷം ഞാൻ വീട്ടിൽ കയറി. കാരണം ഈ 30 ലക്ഷം കിട്ടിയതിന്റെ പുറമെ തന്നെ ലോൺ ആക്കിയിട്ടും അല്ലെങ്കിൽ നമ്മൾ ഈ KSFE പോലത്തെ കുറിയിൽ കൂടിയിട്ടും ചിട്ടി കൂടിയിട്ടും ഒക്കെ 10-30 ലക്ഷം രൂപ കടബാധ്യത വീട്ടിൽ കയറി. എന്നാലും 10-25 ലക്ഷം കടം ഉണ്ടാവൂലേ? ഈ 25 ലക്ഷം കടത്തിന്റെ ബാങ്കുകാർ, വ്യക്തികൾക്കൊന്നല്ല, നമ്മൾ ബാങ്കുകാരൊക്കെ എനിക്ക് കിട്ടുന്നവരെ കാത്തുക്കുവോ? ഓനിപ്പോ മൈലൈഫ് ചെയ്യുന്നുണ്ടോ, നാളെ 2,10,000 കിട്ടും, എന്നിട്ട് നമ്മളത് കിട്ടും, നമുക്കിപ്പൊ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ബാങ്കുകാർ പറയും? ഓരിങ്ങനെ റവന്യൂ റിക്കവറി, RR, അത് ഇത് എന്നുള്ള പലവിധം കളികളാ ഓരോ വക. നിങ്ങൾക്ക് അറിയാലോ. ആ കളിയെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മേലോട്ട് കയറി വരണം. അപ്പൊ അവിടെയൊക്കെ ചിരിച്ചു പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം ചിറകിൽ വിശ്വാസമുള്ളവർ നടക്കൂലേ? നടക്കും. പ്രശ്നങ്ങളിലേക്കല്ലാതെ പരിഹാരങ്ങളിലേക്ക് നോക്കിയാൽ നടക്കും. ഞാൻ പ്രശ്നങ്ങളിലേക്ക് നോക്കാറേ ഇല്ല, തുടക്കം മുതലേ നോക്കാറില്ല. നിങ്ങളുടെ എനിക്ക് ഇതിൽ കയറിയ പല ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് കടബാധ്യത ആയിട്ടായിരിക്കാം, വീടില്ലാത്തതായിരിക്കാം, ചില വീടുള്ളതായിരിക്കാം, അങ്ങനെ പല 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 പ്രശ്നങ്ങളോട് മുന്നോട്ട് പോകുന്ന ആളുകളേക്ക് ഇപ്പൊ നിങ്ങൾ മൈലൈഫിൽ ഐഡി അടിച്ചിട്ടുണ്ടാവുക. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ പ്രശ്നങ്ങളിലേക്ക് നോക്കരുത്. ഒരു കാരണവശാലും നിങ്ങളുടെ പരിഹാരം നിങ്ങളെ കയ്യിലുണ്ട്. ആ പരിഹാരത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. ആ പരിഹാരത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ശക്തമായിട്ട് ബിസിനസ്സിൽ വീട്ടിലിറങ്ങി. 1000 പ്രശ്നങ്ങളിൽ നിന്നും നമ്മളൊക്കെ ഇങ്ങനെ നടന്നു കയറുന്നത് ഞാൻ ഫുൾ ടൈം പോസിറ്റീവാണ്. ഞാൻ എന്ന് കടന്നുറങ്ങാൻ പോവാണെങ്കിലും വീട്ടിലിരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കും, എന്റെ വീട്ടിന്റെ മുന്നിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ എനിക്ക് ഞാൻ ബിസിനസ് ചെയ്ത് കിട്ടും. ആ സ്ഥലം കൊണ്ട് കിട്ടിക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കണം, ഒരു 3-4 വണ്ടി മുന്നിൽ ഇങ്ങനെ നിർത്തണം, മുന്നിലൊരു ഗാർഡൻ, ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് എന്റെ വീടിന്റെ തൊട്ട മുന്നിൽ 10 സെന്റ് സ്ഥലപ്പം കിട്ടുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. 9 കൊല്ലത്തെ വാടക ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് 4 മാസമായിട്ട് സ്വന്തം വീട്ടിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് കിട്ടി. അതിങ്ങനെ ചിന്തിച്ച് കിട്ടിയാണ്. ഇനിയിപ്പം ചിന്തിക്കുന്ന അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു 10 സെന്റ് സ്ഥലത്തിന്. കാരണം അതും പാടെ കൊണ്ട് കിട്ടിയ ഒറ്റ കോമ്പൗണ്ട്. ഞങ്ങളിവിടെ വന്നാലും വരുന്നവർക്കൊക്കെ കാണാം. കഴിഞ്ഞ ദിവസം 4 മാസത്തിനുള്ളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടാവില്ല, അതിന്റെ മുന്നിൽ വരാനേ ഇല്ലൊന്നും, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ലെവലിൽ നിൽക്കുമ്പോൾ അവിടെ എപ്പോഴും ഒരു വ്യൂ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടല്ലോ മേലുള്ള ആളെ ഇരിക്കുന്നത്. പക്ഷെ ആ എയ്ത്ത് ശക്തമാക്കണമെങ്കിൽ നമ്മൾ അതേപോലെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഇവിടെ ഫുള്ള് പ്രശ്നേ പ്രശ്നം. ഓള് കേൾക്കണില്ല, ഇവന് കേൾക്കണില്ല, ഓർക്ക് വേണ്ട പറഞ്ഞിരിക്കണ്. പോണോടത്ത് മുഴുവൻ 100 വാതിൽ കുട്ടിയിട്ട് 100 വാതിൽ പ്രൊഡക്റ്റ് വേണ്ടാരുടെ നമ്മൾ പറയല്ലേ കുത്തിയിരുന്നത്. 100 വീട്ടില് വേണ്ട, ഇനി ആരോട് പറയാനാ? 101-ാമത്തോടത്ത് പോയി മുട്ടണം, എന്നാലേ അടുത്തവൻ വരൂ എന്നുള്ളൊരു ബോധം നമുക്ക് ആദ്യം വേണം. ഞാൻ ഇതിന്റെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഇതിന്റെ റോബോട്ടിക് കിയോസാക്കി വേൾഡ് എക്കണോമിസ്റ്റ് ഒന്നും പഠിച്ചിട്ടല്ല ഞാൻ ഈ 2 കോടിയൊക്കെ മാച്ചാക്കാൻ പോയത്. ഞാൻ എന്റെ സ്വന്തം വീട്ടിലെ പട്ടിണി ആലോചിച്ചെടുക്കും. എന്റെ വീട്ടിൽ കയറാതിരിക്കാൻ എന്താ വെച്ചാൽ കേറാനുള്ള ഒരു അവസരം എനിക്കില്ല വീട്ടിലേക്ക്. ആ ലെവലല്ല. നിങ്ങൾ വിചാരിക്കും ഞാനൊക്കെ വളർച്ചയുള്ള. ഞാൻ നിങ്ങൾക്ക് അറിയോ, 28-ാമത്തെ വയസ്സിൽ സ്വന്തം മക്കളെയും കൂട്ടിയിട്ട് ഭാര്യനെയും കൂട്ടിയിട്ട് സ്വന്തം തറവാട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ്. തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ല, കടബാധ്യത തലേ കയറിയിട്ട് ബാങ്കിന്റെ എന്തെങ്കിലും ഒരു നോട്ടീസോ പ്രശ്നമോ പ്രയാസോ എന്റെ വീട്ടിലേക്ക് വന്നാൽ എന്റെ ബാപ്പക്കും ഒരു റിയാല് കടല്ല. ആ ചോദിച്ചിട്ട് എന്റെ കടം ചോദിച്ചിട്ട് ഒരാളും ആ പുറയിൽ കയറരുത്, അവരെ മനസ്സ് വേദനിപ്പിക്കാൻ ചോദിച്ചിട്ട് വാടകയ്ക്ക് ഇറങ്ങി പോകുന്ന ആളായ. അവിടുന്ന് ഒരുപാട് പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ എന്റെ കഥ പറയുകയാണെങ്കിൽ ഞാൻ തന്നെ കരഞ്ഞു.
അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത്ര പ്രശ്നങ്ങൾ, അത്രമാത്രം അത്രമാത്രം എന്താ പറയുക, തകർന്നിട്ട് ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. എന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അത്ഭുതമാണ് ഞാൻ പറയുന്നത്. അത്ര സ്ട്രെസ് അടിച്ചിട്ട് അങ്ങോട്ട് തമർന്നു വയ്ക്കുന്നത്. ഒരുപാട് രാത്രികൾ ഉറങ്ങിയിട്ടില്ല. ഉറക്കം കിട്ടാൻ വേണ്ടി 5-6 ഗുളികയൊക്കെ ഒപ്പരം കഴിച്ച ചരിത്രം എനിക്കുണ്ട്. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഈ കഴിഞ്ഞ 4 കൊല്ലം മുന്നേ, അല്ലെ 4.5 കൊല്ലം മുന്നേ മൈ ലൈഫിലൊക്കെ എൻട്രി എടുത്ത സമയത്ത് മുതൽ തന്നെ 100 പ്രശ്നങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഗതി പറഞ്ഞത്, കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ബാർബർ ഷോപ്പിൽ ഞാൻ മുടിയൊക്കെ ഒന്ന് വെട്ടാൻ വേണ്ടി, ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പോയി. ഞാനും എന്റെ മോനുംപാടെ പോയത്. ഞാനും എന്റെ മോനുംപാടെ പോയിട്ട് കോളൊക്കെ വന്നിട്ട് ആണെങ്കിൽ ഇരിക്കുന്ന സമയത്ത് ആ ഫോൺ അവിടെ വെക്കുമ്പോഴാണ് അതിന്റെ മുന്നിലൊന്ന് മുടി വെട്ടിയിട്ട് ഒരാൾ വരിക. എന്റെ നാട്ടിലുള്ള പെട്രോൾ പമ്പിന്റെ ഓണർ ഏകദേശം 5 ലക്ഷം രൂപ ഞാൻ മൂപ്പർക്ക് കൊടുക്കാണ്ട് ഇനി 1.35 പാടെ കൊടുക്കാൻ വാങ്ങി കൊടുത്തു വിട്ടിച്ച്. ആ 1.35 ഇപ്പോ കുറച്ചായിട്ട് കൊടുക്കലില്ല. കാരണം ഞാൻ മൂപ്പരോട് പറഞ്ഞ കുറച്ചായിട്ട് തെരുവുകളാണ്. മൂപ്പര് വന്നിട്ട് എവിടെ ഷെഫീക്ക് പൈസ, എന്താണ് പ്രശ്നം? പക്ഷെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് സാധിച്ചത് മൈ ലൈഫ് ഉണ്ടായത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, മൂപ്പരെ 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് കിട്ടാത്തതിനെ കൊണ്ടാണ് ഒരു 10-15 രൂപ വീട്ടിൽ നിങ്ങൾ വന്ന് വാങ്ങിക്കൂലി അത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തരണം ചെയ്തു. പക്ഷെ ഉണ്ടല്ലോ, ഒരു 4 കൊല്ലം മുന്നേ ഇതേമാതിരി എനിക്ക് ആള് കൂടുന്നോടത്തൊന്ന് ഈ ചോദ്യം ചോദിച്ചാലുണ്ടല്ലോ, പതറി പോവാന്നല്ലാതെ എനിക്കൊരു വാക്കില്ല എന്ന് തരും എന്ന് പറയാനുള്ളത്. കടം കൊടുക്കാനുള്ളത് വിളിച്ചാൽ എടുക്കാതെയും കൊടുക്കാതെയും നിന്നൊക്കെയാണെങ്കിൽ അത് തെറ്റാണ്, ഇതാണ്. പക്ഷെ നമ്മളൊക്കെ കൊടുക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ എന്ത് തരാ, നാളെ തരാം, മറ്റന്നാ തരാന്ന് പറഞ്ഞ് നീണ്ടു നിന്ന് പോയി പോണെന്ന് അറിയാം. ഗതികേടോണ്ടാ, കൊടുക്കായിട്ടല്ല. അങ്ങനത്തെ ഒരു ഗതികേടിൽ കൂടി വന്ന ആളാണ്. അപ്പോ 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക്. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ പറയുക, എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഈ ബിസിനസ് ഇപ്പൊ ചെയ്യാതെ നിൽക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഇറങ്ങിക്കണം. ഇന്ന് നിങ്ങൾ ഇറങ്ങിക്കണം. ഇന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. ഇനി വെറുതെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. ഞാൻ വേണമെങ്കിൽ ഒരു ഡയറി കാണിച്ചുതരാം. 2000 ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 2017 ജനുവരി 22-ാം തീയതി ഞാൻ എഴുതിയ ഡയറി ഞാൻ നിൽക്കുകയാണെങ്കിൽ ഇവർ ആരെങ്കിലും ഗ്രൂപ്പിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് തരാം. അന്നത്തെ ഡയറി, അന്നത്തെ എന്റെ കൊണ്ട് എന്റെ ആത്മഹത്യാ ഗ്രൂപ്പായിരുന്നു. നിങ്ങൾക്കറിയോ, ഞാൻ എഴുതി വെച്ചതാണ് എന്റെ ആത്മഹത്യാ ഗ്രൂപ്പ് പോലും. ഞാൻ അതിൽ എഴുതി ഒരാളും കാരണക്കാരല്ല. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ വൈഫിന് കിട്ടുന്നത് 2020 ആ സാധനം ഡയറി എഴുതിയത്. എന്തോ ഒരു സാധനം തട്ടിയ സമയത്ത് പഴയ മറ്റേ ലോറിയുടെ ഒക്കെ ഡയറി അട്ടിക്ക് വെച്ചിട്ടുണ്ട്. ആ അട്ടിക്ക് വെച്ച ഡയറി വണ്ടീന്റെ കണക്ക് ചെയ്ത ഡയറി ഒരു നീല ഡയറി ഇങ്ങനെ ഓരോന്ന് വായിച്ചപ്പോ അതിലുള്ള കുറിപ്പാണ് എന്റെ ആത്മഹത്യാ കുറിപ്പ്. അത്ര പോലും ഞാൻ പ്രിപ്പയർ ആയിരുന്നു. കാരണം ഇനി നടക്കൂല, ഇനി മുന്നോട്ടേക്ക് പോകാൻ കഴിയൂല, അതിൽ മാത്രം പ്രശ്നം. അതിൽ ഞാൻ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണ് MILFC എന്ന് പറഞ്ഞുകൊണ്ട് നിന്നത്. ഞാൻ ജീവിച്ചിങ്ങനെ അത്ഭുതം എന്ന് പറയാൻ കാരണമല്ല, എനിക്ക് 2ാമത് ലൈഫ് കൊണ്ട് തന്ന കമ്പനിയുടെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. ഞാൻ ഇപ്പൊ ഇവിടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിലോ ഞാൻ FSS ഒന്നും എടുക്കാൻ വന്നതല്ലേ. ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഞാൻ എന്റെ ടീമിലൊക്കെ എടുക്കും, പലതും എടുക്കുന്ന എന്തോ ഭാഗ്യത്തിന് FSS ആയി പോകാറുണ്ടല്ലേ. ഞാൻ FSS ആയിട്ട് എടുക്കില്ല. എന്നോട് FSS എടുക്കാൻ അറിയുമോ, ഞാൻ അറിയില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും നോക്കട്ടെ എന്ന് പറയും. അത് FSS ട്രെയിനിങ്ങും ആയി തീരാണ്ടെന്ന് ടീമാ പറയുന്നത്. കാരണം ഞാനത് FSS എല്ലാം എടുക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗിന് പോയിട്ട് ഇന്ന് വരെ ഞാൻ ലാപ്ടോപ്പ് ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ വാങ്ങിയിട്ടുമില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഞാനത് ഓപ്പൺ ആയിട്ട് പറയാൻ എന്താ വെച്ചിട്ടാണെങ്കിൽ ഞാൻ അതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ വാങ്ങിയിട്ടില്ല. പക്ഷെ ലാപ്ടോപ്പിലൊക്കെ ആരെങ്കിലും എന്റെ സെക്ഷൻ കേട്ടിട്ട് എനിക്ക് തരുമ്പോ ധനീസാറോ ആരും തരുമ്പോ ഞാൻ നോക്കും, ഞാൻ എടുക്കും. എടുക്കുന്നേ കുഴപ്പമില്ല. പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല. അങ്ങനെ ആ ഒരു ലെവലിൽ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട പല ആളുകളും ഇത് ലാപ്ടോപ്പ് ഉണ്ടെങ്കിലേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇന്നതുണ്ടെങ്കിലേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അത് വരും, അത് വയ്യ വന്നോളൂ. ഇന്ന് ലാപ്ടോപ്പ് എടുക്കാൻ പഠിച്ചോ വിചാരിച്ചിട്ട് ആഹായിട്ടല്ല, എന്ന് വേണമെങ്കിൽ പോയി എടുക്കുക. എന്ത് കഴിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അത് കുറച്ചും പാടെ പോട്ടെ എന്നുള്ള ലെവലിലൊക്കെ നിൽക്കണത്. ഇപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാല്, ഇനി ഇങ്ങനെ ഒന്നും അറിയാതെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രശ്നങ്ങളാണ്, എന്റെ പ്രയാസങ്ങളാണ്. ഒരുപാട് എന്താ പറയാ അനുഭവിച്ചിട്ട് ഒരു വീട്ടിൽ നിന്ന് ഒരാളൊരു വത്തക്ക തിന്നിട്ട് ആ തോട് എറിഞ്ഞിട്ട് ആ തോടൊന്നും കാർന്നു നിന്നുന്ന അവസ്ഥകൾ ആലോചിച്ചു മക്കള്. അതൊക്കെ എന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ടെൻഷൻ കയറിയിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. 10-20 ദിവസം മധുരടാത്ത ചായ കുടിച്ച് പരിചയിച്ചതിനെ കൊണ്ടൊന്നും ഞാൻ കുടിക്കുന്ന ചായയിൽ മധുരടാറില്ല. എന്റെ ടീമിലൊന്ന് ചോദിച്ചു നോക്കി, എവിടെയാണെന്ന് ചോദിച്ചു. ഞാനും കൂടെ ചായ കുടിക്കാൻ കുത്തിരിക്കുമ്പോൾ നോക്കിയാൽ മതി. ഞാൻ മധുരമുള്ള അങ്ങനെ ചായ എടുക്കില്ല. എപ്പോഴെങ്കിലും RTP പോകുമ്പോൾ ചായ എടുക്കുള്ളൂ. പക്ഷെ എനിക്ക് ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ തൈറോയിഡോ ഷോക്കോ പടച്ചോ വിചാരിച്ചു ഇന്ന് ഈ സമയം വരെ എനിക്കൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഈ മധുരട്ട ചായ അന്ന് തൈങ്ങിപ്പോയി. പിന്നെ എനിക്ക് എന്തോ ഒരു ടെൻഷനാണ് മധുരട്ട ചായ.
അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് 3-4 മാസം ഗർഭിണിയായിരിക്കുന്ന ഒരു പെണ്ണിനായിട്ട് റോട്ടുമലേക്ക് ഇറങ്ങുമ്പോൾ ഒരു 10-12 ആള് വട്ടം കൂടിയിട്ട് നമ്മളെ നല്ല പഞ്ചാര വർത്താനങ്ങൾ പറഞ്ഞിട്ട് ആക്രോശിക്കുമ്പോൾ വയറ്റിനൊരു ചവിട്ട കൊടുക്കേണ്ടി നോക്കുന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥകളൊന്നും നടന്നു പോകണം. സ്വന്തം ഭാര്യനെയും കൂട്ടി പോകുമ്പോൾ അന്ന് മൈ ലൈഫിൽ സ്റ്റാറാ, എന്നിട്ട് ഈ ബിസിനസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിടിച്ചു നിന്നിട്ടുണ്ട്. അതിന്റെ ചിറകിലുള്ള വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മളെ ജീവിതത്തെ തകർക്കാനല്ല വരുന്നത്. അത് നമ്മളെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും നടക്കും. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചിലപ്പോൾ ഞാനാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമാനും നമ്മളാണെന്ന് പ്രശ്നങ്ങൾ നമ്മളാണ്. അല്ലെങ്കിൽ വേറെ ഒരു സാറിന് അറിയില്ല, നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്റെയൊക്കെ പ്രശ്നം ഭയങ്കര സാറേ, നിങ്ങൾക്കൊക്കെ അതല്ലേ ഉള്ളൂ. എത്രയോ ആൾ എന്റെ മുന്നിൽ നിന്ന് പറഞ്ഞു, ഞാൻ പുഞ്ചിരിക്കും, എന്റെ പ്രശ്നം അറിയില്ല. ഞാൻ പറയാം ബിസിനസ് ഒക്കെ പറയുമ്പോൾ എന്നോട് പറയണ സാറേ നിങ്ങൾക്ക് അത് പറയാം സാറേ, നിങ്ങൾ ഇപ്പൊ ആർട്ടിസിയും കൂട്ടൊക്കെ ഇട്ട് നടക്കുന്ന ആളല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായി. പക്ഷെ നമ്മളെ പ്രശ്നമൊക്കെ സാർ എങ്ങനെയാണെന്നൊക്കെ ഓരോരുത്തരും വന്ന് പറയുമ്പോൾ ഞാൻ അവരെ തിരുത്താനൊന്നും പോകലില്ല, ഞാനവിടെ മാറ്റാനും പോകലില്ല. പക്ഷെ കാര്യങ്ങൾ വല്ല പറഞ്ഞു കൊടുക്കും ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞിട്ടാണെങ്കിലാണ് അവരോട് എന്റെ ടീമിലുള്ള പല ആളുകൾ പറയാം, എനിക്ക് സാറെ പ്രശ്നങ്ങൾ അറിയായിട്ടുണ്ട്. കാരണം പഴയ സ്ക്രീൻഷോട്ടും പഴയ എന്റെ സംസാരിക്കുന്ന വീഡിയോയും അങ്ങനെ കുറെ സംഗതികളൊക്കെ ഇവരടുത്തൊക്കെ പല ആളുകളുടെ ഇന്നത്തെ അറ്റ്ലീസ്റ്റ് DTC ZTC പോ ആളുകളെ കയ്യിലൊക്കെ ഉണ്ട്. അവരതൊക്കെ കാണിച്ചു കൊടുക്കും, ഇതാണ് ഷെഫീഖ്, ഇതാണ് ഷെഫീഖ് പാലായി, ചെന്ന് കാണുന്ന കോട്ടും സൂട്ടും ഒന്നല്ല എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അതേപോലെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞത് 1000 പ്രശ്നങ്ങൾ നിങ്ങളെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവിടുന്നൊക്കെ തരണം ചെയ്യണം. ഞാൻ ഈ അടുത്തുകൊണ്ട് എനിക്കൊരു കേക്ക് വാങ്ങി കൊടുക്കാൻ പൈസ ഇല്ലായിട്ട് ഞാൻ വീട്ടിൽ കയറാത്ത ദിവസങ്ങൾ എന്റെ മോളെ 8-ാമത്തെ വയസ്സിൽ 8 വയസ്സിന്റെ ബർത്ത്ഡേക്ക് എന്റെ മോളെ എനിക്ക് അന്ന് ആവശ്യപ്പെട്ട ഇപ്പൊ എനിക്കൊരു കേക്ക് വാങ്ങി തരണം ഞങ്ങള്. അന്ന് ഒരു കേക്കിന്റെ ഫോട്ടോന്റെ വീടിന്റെ തൊട്ട മുന്നിൽ ഒരാൾ കേക്ക് ഉണ്ടാക്കും. പിന്നെ അവരെ കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ച എന്റെ വൈഫാണ്. ആണെങ്കിൽ ഞാൻ അൾമാറ ഈ ക്യാമറ മേലോട്ടാക്കി കാണാൻ എല്ലാം പെട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിലൊക്കെ ഓവന്, കേക്കിന്റെ സ്റ്റാൻഡ്, സകല സാധനം. കാലിക്കറ്റ് കേക്ക്സ് എന്ന് പറയുന്ന കേക്കിന്റെ പരിപാടി ഓൺലൈനിൽ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും സുമേഷ് സാറൊക്കെ തുടക്കത്തിൽ. അങ്ങനെ അന്നൊന്നും വേണ്ട, അതുപോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒഴിവാക്കിയ സമയത്ത് വീട്ടിലെ മുന്നിലുള്ള ഒരു പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണുങ്ങളാണ് കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ച്. അവരൊന്നും ഭയങ്കര കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കേക്ക് മേക്കറാണ്. അപ്പൊ അവരോട് കേക്ക് വാങ്ങാൻ എന്റെ മോള് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ വാങ്ങി കൊടുത്തത് എന്തായാലും നെബാട്ടി എന്നൊക്കെ പറഞ്ഞൊരു മിഠായി ഉണ്ട്. ഒരു ഉറുപ്പയുള്ളൂ, പക്ഷെ ഭയങ്കര വലുപ്പവും ഇങ്ങനെ കഴിക്കുന്ന സാധനമാണ്. അയറ്റാൽ 20 എണ്ണം വാങ്ങിയിട്ട് ഞാൻ രാത്രി 9:45 എന്റെ വീട്ടിൽ കയറും. അങ്ങനെ എന്റെ മൂത്ത മോളെ ബർത്ത്ഡേക്ക്, എന്നാൽ ഇന്ന് മൂത്ത മോളെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ഒരു 10-20 ദിവസം മുന്നേ. ഞാൻ ഓക്ക് വാങ്ങി കൊടുത്തത് എന്താന്ന് പറയുന്നില്ല, എനിക്ക് അത്രയും സന്തോഷിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിന്റെ തൊട്ട് മുന്നേ എന്റെ മോന്റെ ബർത്ത്ഡേ ഉണ്ട്, 10-28,000 ഗിയറുള്ള സൈക്കിള് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് മുന്നേ എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആയിരുന്നു, ഓക്ക് ഞാൻ ജൂപ്പിറ്റർ വാങ്ങി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിന്റെ തൊട്ട് മുന്നേ എന്റെ ചെറിയ മോൾ 5-ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു, ഓക്ക് 13,000 രൂപന്റെ ഓട്ടുന്ന ഇലക്ട്രിക്കിന്റെ കാറ് അത് ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്നെ കളിയാക്കിയ 210 വാങ്ങി 2-ത്തിന്റെ കാറിട്ടതിനെക്കാട്ടി സുഖം അറിയിക്കും. അതങ്ങ് മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്റെ വീട്ടിൽ തൊട്ട മുന്നിൽ റോഡാ. ആ റോഡിലേക്ക് ഞാൻ ഇവിടെ ഫ്രീ ആയിട്ടുള്ള സമയത്ത് എന്റെ ചെറുതിനായിട്ട് ഞാൻ ആ കാറുമായിട്ട് ഇറങ്ങും. ഞാൻ അങ്ങനെ ഓടിക്കും, അതിലങ്ങനെ ഓടി മുട്ടിച്ചിട്ട് എന്റെ കാർ ഓടിക്കാനായിട്ട് സുഖമാക്കി അത് ഓടിക്കണം. അപ്പൊ അത്രയും സന്തോഷം കൊണ്ടുതരാൻ കാരണം ഇവിടെ പിടിച്ചു നിന്നതിനെ കൊണ്ടാണ്. അത്രയും പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞാണ്. ഇത്ര ഹോസ്പിറ്റലിന്റെ പെണ്ണുങ്ങള് അഡ്മിറ്റിന് പോയ സമയത്ത് പ്രസവത്തിന് ഇതേ മോളെ കേസിന് അഡ്മിറ്റിന് പോയ സമയത്തിന്റെ അമ്മായിമ്മ ഓളാണ് ഇരിക്കുന്ന സമയത്ത് റൂം കിട്ടിയിട്ട് റൂം പോകാത്ത ആളാണ് 4:45 വരെ. ചൊവ്വാഴ്ച ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ എന്നോട് ഞാൻ പറഞ്ഞത് ബുധനാഴ്ച പോവാൻ, നാളിമ്പാടെ നോക്ക്, അതിനത്ര വേദന ഒന്നും ഇല്ലല്ലോ എന്നാണ് ബുധനാഴ്ചത്തേക്ക് ആക്കിയതാണ്. കാരണം ആ ബുധനാഴ്ച എനിക്ക് 11,600 ഇൻകം. ആ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ആ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ 4:20 എന്റെ അക്കൗണ്ടിൽ പൈസ കയറിയതിന്റെ ശേഷമാണ് ഞാൻ റൂം കിട്ടിയെന്ന് പറയുന്നത്. അതിന്റെ ഇടയിൽ ഞാൻ ആക്കില്ല, ആ റൂം കിട്ടി. ഇപ്പൊ തിരക്കില്ല. അതുവരെ എന്റെ പെണ്ണുകൊണ്ട് പറഞ്ഞ റൂം തിരക്കാണ്, കുറച്ചാൾ ഒയ്യാണ്ട് ഇവിടെ തന്നെ ഇരിക്കുന്നത്. റൂം കിട്ടിയിട്ട് ഞാൻ റൂം പോയില്ല. ഞാൻ റിസപ്ഷനിൽ പറഞ്ഞ റൂമിന് അടന്നോട്ടെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരെ പൈസ ആയിട്ട് ഒരാൾ വരുന്നുള്ളൂ എന്നാ പറഞ്ഞത്. അങ്ങനെ വരെ നിന്ന ഒരാളാണ് ഈ ഷെഫീഖ് പാലായി. അല്ലാതെ നിങ്ങൾ ഇന്നത്തെ കാണുന്ന RTC LTC ഒന്നും നിങ്ങൾ നോക്കണ്ട. ആ ഇനീഷ്യലാണ്, ആ ഇനീഷ്യലി മാറിയതാ. നാളെ നിങ്ങൾ ഇതിൽ ആരെങ്കിലും താഹിറ STC, താഹിറ RTC ആവും, സലീം TC ആണെങ്കിൽ സലീം ATC ആവും. അങ്ങനെ ഓരോ ആളുകളുടെ അങ്ങനെ എന്താ പറയാ ഇനീഷ്യൽ മാറും. TC ATC, ATC DTC, DTC ZTC ആവും. അത് ഇനീഷ്യൽ മാറുക. ഷെഫീഖ് എന്ന് പറഞ്ഞ വ്യക്തി മാറുകയില്ല, ഒരു കാരണവശാലും മാറില്ല.
ഞാൻ IT ചെയ്യാനും ഡയമണ്ട് അയക്കുകയാണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഇതേ കഥകളൊക്കെ തന്നെ ആയിരിക്കും. ഇതിനായിട്ട് കഥകൾ കൂടും. കാരണം കരയുന്നതായിട്ടുള്ള എന്താ പറയാ ഹൊറർ മൂവി അല്ലെങ്കിൽ കോമഡി മൂവി എന്നൊക്കെ പറഞ്ഞ ഡ്രാമ എന്നൊക്കെ പറഞ്ഞില്ലേ, എന്റെ പാർട്ട് അങ്ങനെ വരാണ്ട് NTC ആവാൻ കാത്തിക്കണുണ്ട്. അങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മൾ പുറത്തേക്ക് വരും. കാരണം അന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടാവില്ല. കാരണം എന്തെങ്കിലും വരുമാനം കിട്ടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുടുംബത്തിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് വിചാരിക്കുക. അപ്പൊ ഇതൊക്കെ ആയിരുന്നു നമ്മള് ോട് എനിക്കും പറയാനുള്ളത്. എനിക്ക് ഈ ബിസിനസിന്റെ പ്രൊഡക്റ്റ് പറഞ്ഞു തരാനോ അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അതൊക്കെ അറിയുന്ന ആളുകളാണ്. നിങ്ങൾ നൂറുകണക്കിന് വീഡിയോസും ആയിരക്കണക്കിന് വീഡിയോസും ഒക്കെ നമ്മളെ ഞാൻ പോലും ഉമർ ഉസ്താദിന്റെ ഓരോ ലിങ്കുന്നും സാധനത്തിനും ഒക്കെ എടുക്കുന്നതാണ്. അങ്ങനത്തെ ഒരുപാട് വീഡിയോസും ഒരുപാട് ഇൻകം വാങ്ങിയ ആളുകൾ, സീലിംഗ് അടിച്ച അയ്യൂബ് സാറിനെ പോലെ ആളുകൾ, മറ്റേ ഷാഹിർ സാർ, ഇങ്ങനെ ഒരുപാട് ലീഡേഴ്സ്, മഹാന്മാർ എന്നൊക്കെ പറയുന്ന പോലെ ഇഷ്ടംപോലെ അപ്ലൈ ലീഡേഴ്സ് നിങ്ങളൊക്കെ ടീമിൽ നിങ്ങൾക്കൊക്കെ വഴി കാട്ടാൻ വേണ്ടി മുന്നിൽ ഇങ്ങനെ വെട്ടി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വിജയങ്ങളും കാര്യങ്ങളും നോക്കാം. അവരോട് നിങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ ചോദിച്ചാൽ കിട്ടും, ട്രെയിനിങ്ങിന്റെ ചോദിച്ചാൽ കിട്ടും. FSS നിങ്ങൾക്ക് വേണ്ട സകല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എല്ലാ പ്രവർത്തനവും കിട്ടാൻ വേണ്ടിയിട്ട്, എല്ലാ ആളുകളും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലീഡേഴ്സ് നിങ്ങളെ മുന്നിലുണ്ട്. ഞാനവിടെ വന്നിട്ട് കമ്പനിയുടെ പ്രൊഡക്റ്റ് നല്ലതാണ്, ലിവിഗെയിം കഴിച്ചാൽ ഗ്യാസ് മാറും, ബോണ്ടിൽ ഗെയിം കഴിച്ചാൽ പൊള്ളല് മാറും, നോവേദന കഴിച്ചിട്ടാണെങ്കിൽ ഉളുക്ക് മാറും, ചതവ് മാറും എന്നുള്ള ക്ലാസ് ഞാൻ എടുത്തു തരേണ്ട ആവശ്യമില്ല. എനിക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കിട്ടേണ്ട ആവശ്യം നിങ്ങൾക്കും ഇല്ല ഇപ്പൊ നിലവിൽ. കാരണം അത് നിങ്ങൾ കിട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഷെഫീക്ക് എങ്ങനെ NTC ആവാനായി, ഞാൻ എങ്ങനെ രണ്ടാമത്തെ RTC ആവാനായി എന്നുണ്ടെങ്കിൽ എന്റെ ഈ നീറുന്ന കത്തുന്ന പ്രശ്നങ്ങളാ സുഹൃത്തുക്കളെ. നിന്റെ ഉള്ളിൽ തീയ, ആ തീയിലേക്ക് ആരെങ്കിലും നെഗറ്റീവ് കാരണം ഒഴിക്കണോ പൊട്ടിപ്പോവുക. കാരണം ആ നെഗറ്റീവ് ആളി കത്തി പോവുകയാണ്. ലേശം കത്തുന്ന തീയിലേക്ക് പെട്രോൾ ഒഴിച്ച മാതിരി എന്റെ ജീവിതത്തിലെ കാര്യങ്ങളിൽ നെഗറ്റീവ് ഇട്ടുകയാണ് വീണ്ടും ആളി കത്തും. നിങ്ങളെ മുന്നിൽ ഉള്ളിൽ കത്തുന്നത് മെഴുകുതിരിയാണോ കാട്ടുതീയാണോ നിങ്ങൾ ഒന്ന് ഉറപ്പിക്കുക. മെഴുകുതിരിയാണെങ്കിൽ ആരെങ്കിലും നെഗറ്റീവ് വരുമ്പോൾ ഇതിനകത്ത് കെട്ടുപോകും. കാട്ടുതീയാണെങ്കിൽ ആരെങ്കിലും ഊതിക്കുകയാണെങ്കിൽ ആളി കത്തും. ഞാൻ അങ്ങനെ ആളി കത്തിയതാ. ആളി കത്തിയിട്ടാണ് ഈ കഴിഞ്ഞ 5.5 വർഷം കൊണ്ട് ഈ ലെവലിലേക്ക് ഞാൻ എത്തിയത്. 5.5 വർഷം കൊണ്ട് ഈ ലെവലിലേക്ക് ഇത്ര വലിയ നേട്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പഠിച്ചവനും നെറ്റ്വർക്കിൽ എക്സ്പീരിയൻസ് ഉള്ളവനും ഒക്കെ അതിനെക്കാട്ടി അപ്പുറം കടക്കാൻ പറ്റും. പക്ഷെ വെറും 82 മാർക്ക് 10ാം ക്ലാസ്സിൽ വാങ്ങിയ ഷെഫീഖിന് ഇങ്ങനെ ഈ ബിസിനസ് വഴി എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചിറകിൽ എനിക്ക് വിശ്വാസം ഉണ്ടായതുകൊണ്ടും, കമ്പനിയുടെ പ്രൊഡക്റ്റ് നല്ലതാണെന്നും ലീഡേഴ്സ് നല്ലതാണെന്നും ഇൻകം നല്ലതാണെന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഓക്കെയാണ്, തെളിവാണ്. നിങ്ങൾ ഏത് വരുമാനം കിട്ടിയ ആളുകൾക്ക് ഏതെങ്കിലും ഒരു ബുധനാഴ്ച നിങ്ങൾ അക്കൗണ്ടിൽ വരുമാനം ഇറങ്ങാണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വരെ അത് വ്യാഴാഴ്ച ആയിട്ട് ചരിത്രമില്ല. പിന്നെ കമ്പനി വിശ്വസിക്കേണ്ട ആവശ്യം അത് നിങ്ങൾ അവിടുന്ന് ചിന്തിച്ചാൽ മതി. ഈ കഴിഞ്ഞ 5.5 കൊല്ലത്തിനുള്ളിൽ എനിക്ക് വരുമാനം വന്നത് എല്ലാം ബുധനാഴ്ചയാണ്. ഒരു കാരണവശാലും വ്യാഴാഴ്ചത്തേക്ക് മാറിയില്ല. സാറേ ബാങ്ക് ലീവാണ്, വ്യാഴാഴ്ച തരാം. സാറേ ഇവിടെ കോവിഡ് ആണ്, വ്യാഴാഴ്ച തരാം. സാറേ ബാങ്ക് അവധി അല്ലെങ്കിൽ ഇലക്ഷൻ ആണ്, അതാണ് ഇതാണ് എന്നുണ്ട് വ്യാഴാഴ്ചത്തേക്ക് നമുക്ക് വന്നിട്ടില്ല. ബുധനാഴ്ചത്തേക്ക് നമ്മൾ ഓക്കെ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ച അക്കൗണ്ട് വരുമാനം വരും. പിന്നെ കമ്പനി നല്ലതാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. പ്രൊഡക്റ്റ് നല്ലതാണോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 5.5 കൊല്ലം ഞാൻ അത് ചെയ്യുന്നത്, അയ്യൂബ് സാർ ചെയ്യുന്നത്, റെജീന മേഡം ചെയ്യുന്നത്, തായറ മേഡം ചെയ്യുന്നത്. അതിന്റെ മേലോട്ടുള്ള സകലമാന ആളുകളും രക്ഷപ്പെട്ട ആളുകളും പ്രൊഡക്റ്റ് നന്നായത് കൊണ്ട് തന്നെയാണ് ഇവിടെ പിടിച്ചേക്കുന്നത്. ഏതെങ്കിലും പ്രൊഡക്റ്റ് മോശമാണ്, കൊടുത്താൽ തട്ടിപ്പോവും, അങ്ങനായിപ്പോ ഇങ്ങനായിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ആവില്ല. കാരണം എന്താ എന്നോട് പറഞ്ഞവരാ, ചരമകോളത്തിൽ എന്റെ ഫോട്ടോ വരുമെന്ന് പറഞ്ഞവരാ. അജി പോലത്തെ പ്രൊഡക്റ്റ് പോയിട്ട് തട്ടിപ്പോയി ഷെഫീഖെ, ചരമകോളത്തിൽ എന്റെ ഫോട്ടോ കണ്ടില്ലെങ്കിൽ ആളുകളെ പറ്റിച്ച് നടക്കുന്നതിനെ കൊണ്ട് നാട്ടുകാരെന്നെ തച്ചു കൊല്ലുന്നു പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെ ആയാലും എന്റെ ഫോട്ടോ ഉറപ്പാണ് ചരമകോളത്തിൽ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പഠിച്ചോ വിചാരിച്ചു 2021 ജൂലൈ 21 ബിസിനസ് മാസികയിലാണ് ആ ഫോട്ടോ വന്നത്. ബിസിനസ് ചെയ്ത് സക്സസ് ആയതുകൊണ്ട് കേരളത്തിൽ മുഴുവൻ എഡിഷൻ ചെയ്ത ഒരു ബിസിനസ് മാസികയില് ഇന്നും അതിന്റെ ഒരുപാട് കോപ്പിന്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. പുതിയതായിട്ട് ആളുകൾ എന്തെങ്കിലും അല്ലാതെ പറയും, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ വേണ്ടിയിട്ടാണ് ആ ബുക്ക് കൊടുക്കും. അത് വായിച്ചിക്കണം. അതിൽ കൊടുത്തിട്ടുണ്ട് ഞാന്, വിദ്യാഭ്യാസമല്ല മാനദണ്ഡം പ്രവർത്തനക്ഷമതയാണ്. വിദ്യാഭ്യാസമല്ല മാനദണ്ഡം പ്രവർത്തനക്ഷമതയാണ് എന്നങ്ങ് കൊടുത്തിട്ടുണ്ട്. 210 മാർക്ക് നേരത്തെ മൗലാന സാർ പറഞ്ഞ മാതിരി 12 കൊല്ലം കൊണ്ട് 10ാം ക്ലാസ് പഠിച്ച 210 മാർക്ക് വാങ്ങിയിട്ടില്ല. എന്നിട്ട് ആഴ്ചക്ക് 2,10,000 കിട്ടുന്ന പ്ലാനും പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് നടക്കുന്നുണ്ട്. സൂചിച്ചോളി ഓരെന്തോ പുതിയ ഉഡായിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പല ആളുകളും കളിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കമ്പനിക്ക് മറ്റേ എടുത്ത കാറിന് ഇപ്പൊ 210 എന്നുള്ള ആ നമ്പർ പൈസ കൊടുത്ത് വാങ്ങിയത്. മൈലേജ് ചെയ്യുന്ന സകലമാന ആൾക്കാർക്കും അത് 2,10,000 എന്നുള്ള നമ്പറാണ്. എന്നാ ഷെഫീഖിന് മൈലേജിന്റെ 210 SLC ബുക്കിൽ കിട്ടാത്ത 210 എന്റെ കാറിന് പോലത്തെ നമ്പർ. അപ്പൊ അതൊക്കെ പറ്റിയത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ഒരുപാട്, അത് മാത്രമല്ല ഒരുപാട് സംഗതി റിവെഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. റിവെഞ്ച് പറഞ്ഞാൽ പകരം കിട്ടാൻ വേണ്ടി നടക്കില്ല, അത് വിജയിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ബിസിനസ് കൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ
കഷ്ടപ്പെട്ട് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ മറികടക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ കൂടുതലൊന്നും ഇപ്പൊ പറയാൻ എനിക്ക് പറ്റില്ല, കാരണം എന്തായാലും അതങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ഏതായാലും വേണ്ടിയില്ല, ഞാൻ തന്നെ ചിലപ്പോ എന്റെ പിടുത്തൊക്കെ വിട്ടു, പിന്നെ ട്രെയിനിങ് ഒക്കെ ഞാൻ മറന്നു. ഞാൻ പിന്നെ സാധാരണ നിങ്ങളിപ്പോ നാട്ടിൽ കാണുന്ന മാതിരി ഇയാളെന്താ ആർട്ടിസിയാ, എന്തിനു കൊണ്ടുവന്നാ തായറാവേണോ അങ്ങനെ അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചു. ഞാൻ അങ്ങനെയൊക്കെയാണ്. നമ്മളെ ഞാൻ എവിടെ ചോറുന്നാൻ പോയിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും ഞാൻ കുടുംബശ്രീന്റെ ഊണ് നോക്കി നടക്കും. ചില ആളുകൾ വിചാരിക്കും എന്താ സാറേ കുടുംബശ്രീ എന്നല്ല, നാടൻ ചോറ് കിട്ടുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. കാരണം ആ നാടൻ ചോറും ആ കറിയും ആ മീൻ അത് തിന്നുമ്പോ ഒരു സുഖമാണ്. വലിയ ഹോട്ടലിൽ കയറിയിട്ട് സാധാ ഊണ് തിന്നുന്നതിനാട്ടി സുഖമാണ് തിന്നുമ്പോ. അതേമാതിരിയാണ് നിങ്ങൾ എവിടെ RTC കണ്ടാലും NTC കണ്ടാലും CTC കണ്ടുകയാണെങ്കിലും ഒക്കെ ഞാനൊക്കെ ഒരു നാടനാണ്. അതുകൊണ്ട് ആ നാടനും നാട്ടുമ്പുറത്തുള്ള സംഗതികളൊക്കെ ഞമ്മക്കങ്ങ് വരും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എത്ര ഇതാക്കിയാണെങ്കിലും നമ്മൾ പേഴ്സണാലിറ്റി ഒക്കെ മാറുന്നുണ്ടെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കുറെ സാധനമുണ്ട്. ആ അനുഭവിച്ച സാധനം ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഇന്റെ ബിസിനസ്സിൽ ഞാൻ എന്തെങ്കിലും ആയെങ്കിൽ ഞാൻ സെൽഫ് മോട്ടിവേറ്റ് ആയതുകൊണ്ടാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ്, കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ ആളുകളുടെ ലീഡേഴ്സിന്റെ വാക്കിൽ മോട്ടിവേറ്റ് ആവാൻ കഴിയില്ല. അന്നേരം ഒരു മോട്ടിവേഷൻ കിട്ടും, നിങ്ങളുടെ അത്ഭുതങ്ങൾ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. സ്വന്തമായിട്ട് മോട്ടിവേഷൻ ആണ്, സ്വന്തമായിട്ട് സെൽഫ് സ്റ്റാർട്ട് ആണ്. എന്ത് പ്രശ്നമെങ്കിലും വീണ്ടും സെൽഫ് സ്റ്റാർട്ട് പോലെ സെൽഫ് മോട്ടിവേറ്റ് ആവാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബിസിനസ്സിൽ എല്ലാ വിജയങ്ങളിലും എത്തും. പിന്നെ ഒന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ ഒരാളുടെ ഒന്നും പ്രതീക്ഷിക്കില്ല. അപ്ലൈ ലീഡേഴ്സ് അങ്ങനെ വരും ഇങ്ങനെ വരും ഒന്നും പ്രതീക്ഷിക്കില്ല. അതായത് ഏതോ ഒരു ലീഡർ ട്രെയിനിങ്ങിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നന്ദി കരുണ സ്മരണ അല്ലെ, നന്ദി കരുണ സ്മരണ, ഈ മൂന്നുകൾ ആരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. ആരെങ്കിലും ഒക്കെ അത് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയവൻ. ഞാൻ അങ്ങനെ ചിന്തിച്ചതിനെ കൊണ്ട് ഈ ബിസിനസ് എനിക്ക് ഒരു പ്രശ്നമില്ല. എന്റെ അപ്ലൈ ലീഡേഴ്സ് കൊണ്ടുവച്ചതായിട്ടുള്ള ഒരാൾക്ക് വേണ്ടി കാത്തു നിന്നിട്ടില്ല, കൊണ്ടുവെക്കാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്റെ രണ്ട് ചിറകിൽ എനിക്ക് വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ കടന്നോടിയത്. ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ പുതിയ പുതിയ ഇഷ്ടംപോലെ ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അറിയാനുണ്ട്. നമ്മൾ ഇൻഡിവിജ്വൽ സെയിൽസ് ക്ലോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വീണ്ടും വീണ്ടും ഫീൽഡിൽ ഇറങ്ങിയിട്ട് ശക്തമായിട്ട് ഓടിയിട്ട് കഴിഞ്ഞ 4 മാസം കൊണ്ട് പുതിയ 18 ആളുകളെ ക്രിയേറ്റ് ചെയ്ത് ആ ലെഗ് ഇന്ന് ഏകദേശം 7 ലക്ഷം BV മാച്ചായി. ഒരു 50,000 വോളിയം പാടം വന്നാൽ മൂന്നാമത്തെ ഐഡിയ DTC ആയി. ആ ലെവലിൽ പുതിയ വയനാട്ടിലും അവിടെ ഇവിടെ കടന്ന് ഞാൻ ഓടും. ഇപ്പൊ ഞാൻ 2 ID 3 ID എന്ന് പറയലില്ല. അതായത് ഞാൻ ഈ 5.5 കൊല്ലമായിട്ട് ഞാൻ എവിടെ ട്രെയിനിങ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, എന്റെ മക്കൾക്ക് ഇത്രയും സുഖമില്ല, അങ്ങനെയില്ല അങ്ങനെയില്ല അങ്ങനെ. അതിന്റെ 4-5 ദിവസം ഞാൻ അനുഭവിച്ച്. അപ്പൊ അതുകൊണ്ടാണ് പേടി പറയാത്തത്. അപ്പൊ എന്തായാലും വേണ്ടിയില്ല, കൂടുതലൊന്നും പറയുന്നില്ല. എന്നെ ഈ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ മീറ്റിംഗിലേക്ക് വിളിച്ച താഹിറ മാഡത്തിനും അതുപോലെ തന്നെ ഈ MC ചെയ്ത നമ്മുടെ മൗലാന സാറും പിന്നെ ഒരുപാട് പരിചയമുള്ള മുഖങ്ങളുണ്ട് അതിൽ, സെലീന മാഡം, അങ്ങനെ കുറെ ആളുകൾ എല്ലാവരും നമ്മൾ കണ്ട് പരിചയമുള്ള ആളുകളാണ്. സിദ്ദീഖ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഷാഹിറ മാഡം, മുസ്തഫ സാർ, അങ്ങനെ കുറെ ആളുകളെ കണ്ട് പേരെടുത്ത് പറയുന്നില്ല. എന്തായാലും എന്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാ ആളുകൾക്കും നാളുകളിലേക്ക് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മഹാരാഷ്ട്ര. ഓക്കെ സാർ, വളരെ